ഹലോ, നമുക്കിന്ന് ചെറുപയർ പൊങ്ങിച്ചതുണ്ടാക്കിയാലോ? അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് ചെറുപയർ മുളപ്പിച്ചെടുത്തിട്ടുണ്ട്. മുളപ്പിക്കാണ്ടും ഉണ്ടാക്കാം, പക്ഷെ നമ്മൾ മുളപ്പിച്ചുണ്ടാക്കുമ്പോൾ അത് കുറച്ചും കൂടി നല്ലതാണല്ലോ. ഞാനിപ്പോൾ മുളപ്പിച്ച ചെറുപയർ ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരു 2 വിസിൽ വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുമ്പോൾ 2 വിസിൽ വന്നപ്പോൾ ഞാൻ കുക്കർ ഓഫ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ ഇതാ ഈ ഒരു വിട്ട് നിൽക്കുന്ന ആ ഒരു പരുവത്തിലായിരിക്കണം കേട്ടോ ചെറുപയർ. അപ്പോൾ നമുക്കിനി ആ ഒരു ചെറുപയർ ഒന്ന് വറവിലിട്ടെടുക്കാം. ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണയും കടുക്, കറിവേപ്പില, പിന്നെ കുറച്ച് പച്ചമുളകും കൂടി നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം ചെറുപയർ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചധികം തേങ്ങയുണ്ട്, പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക കേട്ടോ. വേണമെങ്കിൽ മാത്രം മതി, ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും കഴിക്കാം, ഉച്ചയ്ക്ക് ഉപ്പേരിയായിട്ടും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ.